രണ്ടാമത്തെ ഒരു കേസ് എന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെറുപ്പക്കാരുടെ ഒരു കേസ്. ഇപ്പോൾ അവർക്ക് ലോകത്തെ എല്ലാവരുമായിട്ട് കണക്റ്റഡാണ് ഓൺലൈൻ സോഷ്യൽ മീഡിയ വഴി. ടംബ്ലറിനെ കുറിച്ച് ഞാൻ ഓക്കിസത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇവരെന്ന് വെച്ചാൽ ട്രെൻഡിന് പുറകെ പോകുന്നവരാണ്. ഒരു വിഷയം ഉണ്ടായാലും അതിൻ്റെ പുറകിലുള്ള എന്താണെന്നുള്ളത് പഠിക്കാനുള്ളൊരു സമയം അവർ എടുക്കുന്നില്ല. ഇപ്പോൾ CAA പ്രക്ഷോഭം വന്നു. അപ്പം അവർ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും NEP ഇതിനിടയ്ക്ക് നിങ്ങൾ ആരും ഇടയ്ക്ക് പെട്ടെന്ന് മറന്നു ഒരു സാധനമുണ്ട്, EIA എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു കാലഘട്ടത്തിൽ നല്ല പെട്ടെന്ന് ഈ കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് പെട്ടെന്ന് ഫോളോവേഴ്സ് കൂടിയ സബ്സ്ക്രൈബേഴ്സ് കൂടിയ കേരളത്തിലൊരു യൂട്യൂബ് ഒരു വ്ളോഗർ ഉണ്ടായിരുന്നു. പുള്ളി പെട്ടെന്ന് ഈ EIAക്കെതിരായിട്ട് പറഞ്ഞു, എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. ഇത് വന്നാൽ ഇന്ത്യ മൊത്തത്തിൽ നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ട്. EIA എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ശരിക്കും കേന്ദ്ര സർക്കാർ ഡ്രാഫ്റ്റ് ആക്കിയത് പോലുമില്ല. ജനങ്ങൾ ഇതിനു വേണ്ടി ഓൺലൈൻ വഴി ഇതിന് നിർദ്ദേശങ്ങൾ അയച്ചു കൊടുക്കാനുള്ളൊരിത് എത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ അത് നമ്മുടെ ബോർഡർ മേഖലകളിൽ കൺസ്ട്രക്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. പക്ഷേ ഈ ഒരു ഇൻഫ്ലുവൻസർ ഇത് പറഞ്ഞ ആ സമയം തൊട്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരല്ലേ ഈ EIAക്കെതിരായിട്ട് റീലുകൾ ഇടുന്നു, അല്ലെങ്കിൽ സ്റ്റോറികൾ, സ്റ്റാറ്റസുകൾ. ഇടയ്ക്ക് എല്ലാവർക്കും മറ്റേ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഗതി കുറേ കാലം ഓടി. അതെ ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. അപ്പം എനിക്ക് പണിയില്ലാത്തിട്ടൊന്നുമല്ല, ഞാൻ ഈ ഒന്ന് അറിയാമെന്നുള്ള ഈ 16-13 വയസ്സുള്ള പിള്ളേരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ശരിക്കും ഈ വിഷയം എന്താണെന്ന് അറിയാമോ? അല്ല അത് അറിഞ്ഞൂടാ കേട്ടോ, പക്ഷേ മറ്റേ കക്ഷി ഇഷ്ടപ്പെടുത്തിയത് മനസ്സിലായില്ലേ? അപ്പം ഇത് കാരണം ഇപ്പം ഒരു ആൻറ്റി ഇന്ത്യ ഫോഴ്സസിനൊക്കെ കൃത്യമായിട്ട് അറിയാം. ഒരുപാട് ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസേഴ്സ്, സിനിമ ആക്ടേഴ്സ്, ഇവർക്ക് കുറച്ച് കാശ് കൊടുത്താൽ ഇവരുടെ പ്രൊപ്പഗാൻഡയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ യങ് ജനറേഷൻ വസ്തുത എന്താണെന്ന് പഠിക്കുന്നില്ല. ഈ ട്രെൻഡിനനുസരിച്ച് ഓൾ ഐസ് ഓൺ റാഫ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവം എന്താണെന്ന് അറിയാതെ റാഷായിട്ട് ട്രെൻഡിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്നു. നമുക്ക് യങ് ജനറേഷനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ഈ പഴയ തലമുറയിലുള്ളവരും കുഴപ്പമില്ല. എന്നെയും ഞാൻ സിനിമാ മേഖലയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ചില സ്കൂളുകളിലെ മാനേജ്മെൻറ്റും എന്നെ വിളിച്ചിട്ടേ, അതെ സ്കൂളിൻ്റെ ഒരു ആനുവൽ പരിപാടിയാണ്, ഒരു നടനെ വേണം അല്ലെങ്കിൽ ഒരു നടിയെ വേണം എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു ഒരു കടയുടെ ഉദ്ഘാടനം ഒക്കെ ആണെങ്കിൽ നമുക്ക് ആൾക്കൂട്ടമൊക്കെ ആവശ്യമാണ്, അപ്പം എത്രയും പോപ്പുലറായ സെലിബ്രിറ്റീസിനെയൊക്കെ കൊണ്ടുവരാം. പക്ഷേ ഒരു സ്കൂളിലെ പരിപാടിക്ക് എന്തിനാണ് നമുക്കൊരു അവിടെ നമ്മൾ സമൂഹത്തിൽ മാതൃക കാണിച്ച എത്രയോ ആളുകൾ, സാഹിത്യകാരന്മാരോ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളോ അങ്ങനെയുള്ളവരെ വേണം കൊണ്ടുവരാൻ. പിള്ളേർക്ക് അവിടെ കണ്ട് ആഘോഷിക്കാനോ സെൽഫി എടുക്കാനോ ഒന്നും താല്പര്യമില്ലായിരിക്കും. പക്ഷേ അങ്ങനെയുള്ളവരാണ് ഇവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റൊക്കെ നോക്കേണ്ടത്. അപ്പോൾ ഈ വരുന്നവർ മറ്റേ തല്ലുമാല എന്ന ഫിലിമിൽ ഇതുപോലെ ഉണ്ട്, തന്ത വൈബ് കാണിച്ച് കണ്ടവർക്കറിയാം. സ്റ്റേജിൽ കൊണ്ടുവരുന്ന സെയിം സംഗതി തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇവർ വിചാരിക്കുന്നത് ഞാനെല്ലാം ആയി, 2 വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ എന്താ ഫേമസ് ആയി. അവരുടെ കഴിവും അവരുടെ പൊട്ടൻഷ്യലും അവർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഈ മുതിർന്നവരും ഇതൊക്കെ പോപ്പുലാരിറ്റിയുടെ പുറകെ മാത്രം പോകാതെ വർത്ത് എന്താണെന്ന് കണ്ടെത്തുക, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.